അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിംഗ്. സോ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓപ്പറേറ്റർ ഗ്രാമർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓപ്പറേറ്റർ ഗ്രാമറിന് 2 റൂൾസ് ആണുള്ളത്. ആദ്യമേ ഇവർക്ക് RHSൽ എപ്സിലോൺ ഉണ്ടാവാൻ പാടില്ല. ദേ ഷുഡന്റ് ഹാവ് എപ്സിലോൺ ഇൻ ദി RHS ഓഫ് ദ പ്രൊഡക്ഷൻ. ആൻഡ് ഓൾസോ 2 adjacent non-terminals are not possible. അതായത് ഇപ്പം ഈ താഴത്ത് കൊടുത്തേക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾ ശ്രദ്ധിച്ചു. E gives AB എന്ന് പറയുമ്പം 2 നോൺ ടെർമിനൽസ് ആണ് അഡ്ജസന്റ് ആയിട്ട് നിൽക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. അതുപോലെ തന്നെ ഇവിടെ EOE എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ ആണ്. ഇവിടെ നമുക്ക് അഡ്ജസന്റ് നോൺ ടെർമിനൽസ് ഇല്ല. അതുപോലെ തന്നെ RHSൽ എപ്സിലോൺ ഇല്ല. ഹെൻസ് ദീസ് ഗ്രാമർ ഇസ് കോൾഡ് ഓപ്പറേറ്റർ ഗ്രാമർ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് പ്രസിഡൻസ് റിലേഷൻ. പ്രസിഡൻസ് റിലേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ഒരു ഹാൻഡിൽ എന്ന് പറയുമ്പോഴത്തേനും എഗെയിൻ അതൊരു സബ്സ്ട്രിങ്ങിനെയാണ് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എലമെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. ഇപ്പം എയും ബിയും 2 എലമെന്റ്സ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രിങ്ങിന് 2 ഭാഗങ്ങളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം എ ബിഫോർ ബി ഉണ്ട്, എ ആഫ്റ്റർ ബി ഉണ്ട്, എ ഈസ് ഹാവിങ് ദ സെയിം പ്രസിഡൻസ് ആസ് ബി ഉണ്ട്. അപ്പം അവരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമുക്കിവിടെ ഈ ഒരു ലെസ് ദാൻ, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സിമ്പിൾസ് ഇവിടെ കൊടുത്തേക്കുന്നത്. ബേസിക്കലി ഇതിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ റൈറ്റ് സെന്റിനൻഷ്യൽ ഫോമിൽ എഴുതുമ്പോഴത്തേനും വി നീഡ് ടു ഫൈൻഡ് ദ ഹാൻഡിൽ. ഇതൊക്കെ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുന്നതാണ്. പക്ഷെ ജസ്റ്റ് നിങ്ങൾ ഇത്രയും ഇത് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു സംഭവം ഇങ്ങനെ ഇപ്പൊ ഇത് കൊടുത്തു എന്നുണ്ടെങ്കിൽ ദിസ് മീൻസ് ദിസ് ഇസ് എ ഹാൻഡിൽ. അതായത് ഹാൻഡിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇങ്ങനെയെന്ന് പറയുമ്പോഴത്തേനും അത് ഈ ഒരു ഐഡിനെ ബോക്സ് ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത്. റൈറ്റ്, ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ സ്ട്രിങ് വരുന്നത്. ഓക്കെ, ഈ സ്ട്രിങ്ങിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രസിഡൻസ് റിലേഷൻ ഒക്കെ യൂസ് ചെയ്ത് ഹാൻഡിലിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ പ്രസിഡൻസ് റിലേഷനകത്ത് ഇവിടെ ഇവര് ബോക്സ് ചെയ്തേക്കുന്നത് നോക്കിക്കേ. ഐഡിനെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് നമുക്ക് ആരോസ് ഉള്ളത് അല്ലെ, ഈ ഐഡിയുടെ അപ്പുറത്തും ഇപ്പുറത്തും. ഇതിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാം. നമ്മൾ ആദ്യമേ ഈ ഒരു ഇങ്ങനത്തെ ഒരു എലമെന്റിനെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ വി വിൽ സെർച്ച് ഫോർ ദിസ് വൺ. ഓക്കെ, സോ ഞാനിങ്ങനെ സെർച്ച് ചെയ്തു ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഹിയർ. ഓക്കെ, ഇതിങ്ങനെ ഞാൻ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ഐ ഗോ ടു ദ പ്രീവിയസ് ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിന് വേണ്ടി തപ്പും. സോ ഐ ഹാവ് ഗോട്ട് ദിസ്. സോ വാട്ട് എവർ ഇസ് ബിറ്റ്വീൻ ദിസ് ഇസ് മൈ ഹാൻഡിൽ. ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു RHS, ഏതോ ഒരു പ്രൊഡക്ഷന്റെ RHSലുള്ള ഭാഗമാണ്. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് ദിസ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടു ദാറ്റ് റെസ്പെക്റ്റീവ് LHS, അല്ലെങ്കിൽ റിഡക്ഷന് പോസിബിൾ ആയിട്ടുള്ള എലമെന്റിനെയാണ് ഞാൻ ഹാൻഡിൽ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. സോ ഞാനിതിവിടെ റിഡ്യൂസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഇത് ആദ്യം ഇത് കണ്ടുപിടിച്ചു, പിന്നെ ഇത് കണ്ടുപിടിച്ചു. സോ അങ്ങനെയാണ് എനിക്ക് ഹാൻഡിൽസിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പ്രസിഡൻസ് റിലേഷനിൽ ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റ് എൻഡിലും നമ്മളൊരു $സൈൻ ഇടും ടു ഡിനോട്ട് ദ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്ട്രിങ്. സോ ഈ ഒരു പ്രസിഡൻസ് റിലേഷൻ പറയുമ്പോൾ തന്നെ അതിനോട് തന്നെ ചേർന്ന് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഹാൻഡിൽ ആൻഡ് ഹാൻഡിൽ പ്രൂണിങ്. നമ്മൾക്കൊരു ഇൻപുട്ട് സ്ട്രിങ് ഉണ്ട്. ഓക്കെ, സോ വി ആർ ഹാവിങ് എൻ ഇൻപുട്ട് സ്ട്രിങ്, നമ്മളുടെ ഇൻപുട്ട് ബഫറിൽ കിടക്കുന്ന സ്ട്രിങ്. അപ്പം അതിന് ഞാൻ ഇതുപോലെ പ്രസിഡൻസ് റിലേഷന് എഴുതുവാണ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രസിഡൻസ് റിലേഷൻ എഴുതുന്നത് എന്തിനാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു ഹാൻഡിൽ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ പ്രസിഡൻസ് റിലേഷൻ എഴുതുന്നത്. സോ ഈ ഒരു ഹാൻഡിൽ ഞാൻ കണ്ടുപിടിക്കുമ്പോഴത്തേനും ഹൗ വിൽ ഐ ഇവാലുവേറ്റ് ഇറ്റ്, അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡിലിനെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യേണ്ട സാധനമാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ സബ്സ്ട്രിങ് ദാറ്റ് മാച്ചസ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ പ്രൊഡക്ഷൻ, ആൻഡ് ഇഫ് ഇറ്റ് മാച്ചസ് ദ റൈറ്റ് സൈഡ് അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള നോൺ ടെർമിനലുമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു ഗ്രാമർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഗ്രാമറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്കിവിടെ ഒരു ഇൻപുട്ട് സ്ട്രിങ് ഉണ്ട് ID1 + ID2 * ID3.
ഇപ്പം ഇതിനെ ഞാൻ റൈറ്റ് മോസ്റ്റ് ഡിറൈവ് ചെയ്യുമ്പോഴത്തേനും ഇ സ്റ്റാർ ഇനെ ഞാൻ ഇങ്ങനെ ഇ സ്റ്റാർ ഐ ഡി ആക്കി, ഈ ഇനെ ഞാൻ വീണ്ടും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആയതുകൊണ്ട് റൈറ്റിൽ നിന്നുമാണ് നമ്മളുടെ നോൺ ടെർമിനൽസിനെ സിംപ്ലിഫൈ ചെയ്തു പോകുന്നത്. അത് കഴിഞ്ഞേച്ച് ദെൻ ഐ എം ഫൈനലി ഏബിൾ ടു ഗെറ്റ് മൈ എൻറ്റയർ സ്ട്രിങ്. സോ ഇവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതെൻ്റെ ഒരു ഹാൻഡിലാണ്. ഓക്കെ, ഈ ഒരു ഹാൻഡില് RHS നോക്കിക്കേ, ദിസ് ഇസ് ദ RHS റൈറ്റ്. അപ്പം ഇതിനെ ഹാൻഡിൽ എന്ന് ഞാൻ പറയും, ഇതിനെ ഞാൻ ഒരു ഹാൻഡിൽ എന്ന് പറയും. ആൻഡ് ഓൾ ഓഫ് ദീസ് ഇൻഡിവിജ്വൽ തിങ്സ് ആർ ഓൾസോ കോൾഡ് ഹാൻഡിൽസ്. പിടികിട്ടിയോ? സോ അങ്ങനെയാണ് നമ്മൾക്കിപ്പോൾ ഒരു ഗ്രാമർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽസിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇനി അടുത്തത് ഹാൻഡിൽ പ്രൂണിംഗ് ആണ്. ഹാൻഡിൽ പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇൻ എ റിവേഴ്സ് ഓർഡർ. അതിനെയാണ് ഹാൻഡിൽ പ്രൂണിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എനിക്ക് ഹാൻഡിൽസ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും എനിക്ക് എൻ്റെ സ്റ്റാർട്ട് സിമ്പിളിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഹാൻഡിൽ പ്രൂണിംഗ്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ ഹാൻഡിൽസിനെ കണ്ടുപിടിച്ചു. ഹാൻഡിൽ പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഹാൻഡിലുകളിൽ നിന്നും നമ്മൾ ഈ LHS വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അവരുടെ സ്റ്റാർട്ട് സിമ്പിളിനെ ജനറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഹാൻഡിൽ പ്രൂണിംഗിൽ കാണുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഇത് കണ്ടോ, ID1 സ്റ്റാർ ID2. എൻ്റെ ആദ്യത്തെ ഹാൻഡിൽ എന്ന് പറയുന്നത് ID ആണ്. ID എന്തിനെ എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, Fലോട്ട് എനിക്ക് മാപ്പ് ചെയ്യാം. ID1 സ്റ്റാർ ID2 ഇതും എൻ്റെ ഹാൻഡിൽസ് ആണ്. എന്തുകൊണ്ടാണ് എൻ്റെ ഹാൻഡിൽസ്? ബിക്കോസ് ഇറ്റ്സ് ഗിവൺ ഇൻ ദി RHS റൈറ്റ്. ഇനി അടുത്തത് F ഗിവ്സ് ID, അതിൽ ഞാൻ ചെയ്തു, ഇത് ഞാൻ F ആക്കി. സ്റ്റാർ അടുത്ത ഹാൻഡിൽ ഞാൻ അടുത്ത ഹാൻഡിൽ ഞാനിവിടെ ഇതെൻ്റെ അടുത്ത ഹാൻഡിലായി. ബിക്കോസ് T ഗിവ്സ് F എന്ന് പറഞ്ഞിട്ട് ദിസ് ഇസ് എ ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ. നമ്മൾ ആദ്യം യൂസ് ചെയ്ത പ്രൊഡക്ഷനിലാണ് ഇതിവിടെ വരുന്നത്. അപ്പം ഈ Fനെ ഞാൻ വീണ്ടും T ആക്കി, T സ്റ്റാർ ID2. ഈ സംഭവം എന്ന് പറയുന്നത് റൈറ്റ് ഡെറിവേഷന് റിവേഴ്സ് ഓർഡർ ആണ്. ഓക്കെ, സോ ഇനി T ഒരു ഹാൻഡിൽ അല്ല. സോ ദിസ് ഇസ് മൈ നെക്സ്റ്റ് ഹാൻഡിൽ, ദിസ് ഇസ് F. സോ ദിസ് എൻറ്റയർലി ഇസ് മൈ നെക്സ്റ്റ് ഹാൻഡിൽ, സോ വിച്ച് ഗിവ്സ് മൈ ഫൈനൽ സ്റ്റാർട്ട് സിമ്പിൾ E. ഓക്കെ, സോ ഇവിടെ കണ്ടോ ഏതൊക്കെ ഹാൻഡിൽസ് എന്നുള്ളത് നമ്മൾ മാർക്കിംഗ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഹാൻഡിൽസിനെ മാത്രമാണ് സോൾവ് ചെയ്ത് പോകുന്നത്. സോ ദിസ് ഇസ് കോൾഡ് എ ഹാൻഡിൽ പ്രൂണിംഗ്.